ഹരിശ്രീഗണപതയേ നമഃ. അവിഘ്നമസ്തു. നമസ്തേ, ഞാൻ ബ്രഹ്മശ്രീ പ്രദീപ് പണിക്കർ കുരിശി. ഇന്ന് വരാഹി ദേവിയുടെ അനുഗ്രഹത്തെയും ആ ദേവി നൽകുന്ന ആത്മവിശ്വാസവും ജീവിക്കാനുള്ള ആഗ്രഹവും രോഗശാന്തിയും ശത്രുദോഷ നിവാരണവും ദുർമൂർത്തികളിൽ നിന്നുള്ള മോചനം, ദൃഷ്ടിദോഷങ്ങളിൽ നിന്നുള്ള മോചനം, ഒരു തരത്തിലുമുള്ള രോഗാവസ്ഥ നിങ്ങളെ സമീപിക്കില്ല. അത്തരം ഒരു മൂർത്തിയാണ്. നിങ്ങളുടെ രോഗകഷ്ടതകളും രോഗശാന്തിക്കായിട്ടുള്ള പ്രവൃത്തികളുമെല്ലാം മൂർത്തിയിൽ നിന്ന് ഉണ്ടാവും. അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള ഒരു മൂർത്തിയാണ് വരാഹി ദേവി. വരാഹി ദേവിയുടെ വജ്രഘോഷം എന്ന മന്ത്രം ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന അവിശ്വസനീയമായ മാറ്റങ്ങൾ അത് ഒരിക്കലും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു മഹത്തായ ഒരു അനുഭവമാണ്. അതിനാൽ തന്നെ ഈ ഒരു അനുഭവം നിങ്ങളെല്ലാം അനുഭവിക്കണം. നിങ്ങൾക്ക് പരിചയമുള്ള കഷ്ടതയുള്ള അനുഭവിക്കുന്ന ആൾക്കാരോട് ഈ വജ്രഘോഷ മന്ത്രം ജപിക്കാൻ പറയണം. എങ്കിൽ മാത്രമേ ആ മൂർത്തിയുടെ ശക്തിയും അനുഗ്രഹവുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പലരും പല കഷ്ടതകളാണ് അനുഭവിക്കുന്നത്. ചിലർ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നു, ചിലർ മാനസികമായി തകർന്നു നിൽക്കുന്നു, ചിലർ ശാരീരികമായി തകർന്നു നിൽക്കുന്നു. ഏത് തരത്തിലുള്ള കഷ്ടതകൾക്കും വരാഹി ദേവിയുടെ ഉഗ്രഭാവത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കും. വരാഹി ദേവിയുടെ ചൈതന്യവും അനുഗ്രഹവും ഒക്കെ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ക്ഷിപ്രമായി അനുഗ്രഹം ലഭിക്കേണ്ടതുണ്ട്. ഒരുപാട് കാലം കാത്തിരുന്നിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെയുള്ള സമയത്താണ് വരാഹി ദേവിയുടെ അനുഗ്രഹം നമുക്ക് അത്രമേൽ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും. വരാഹി ദേവിയുടെ വജ്രഘോഷം എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ കഴിയും. ഹിരണ്യകശിപുവിനെ കൊന്ന നരസിംഹമൂർത്തിയുടെ കോപം തണുപ്പിക്കാൻ വേണ്ടി മഹാലക്ഷ്മിയാണ് വരാഹി ദേവിയായിട്ട് രൂപം മാറി നരസിംഹമൂർത്തിയുടെ തുടയിൽ ഇരുന്നത് എന്നാണ് സങ്കല്പം പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയാണ് വരാഹി ദേവി. വരാഹദേവിക്ക് പലവിധ വാഹനങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. സിംഹത്തെ വാഹനമായിട്ട് വരാഹി ദേവി ഉപയോഗിക്കുമ്പോൾ സിംഹാരൂഢയായ വരാഹി ദേവിയെ, സിംഹവരാഹദേവി ഏറ്റവും ഉഗ്രരൂപത്തിലുള്ള ഒരു ദേവിയാണ് സിംഹാരൂഢയായിട്ടുള്ള വരാഹി ദേവി. സിംഹാരൂഢയായ വരാഹി ദേവിയെ വജ്ര വരാഹി ദേവി എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വജ്രഘോഷം എന്ന മന്ത്രം രൂപാന്തരപ്പെട്ടത്. വരാഹി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ മന്ത്രമാണ് വജ്രഘോഷം. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്ന ഏത് ഭക്തർക്കും ഉഗ്രഭാവത്തിലുള്ള ഈ മൂർത്തിയുടെ ഈ മന്ത്രം കൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം ലഭിക്കുന്നതാണ്. ഏത് വിഷമകരമായ കഷ്ടകരമായിട്ടുള്ള സമയത്തിലും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. വജ്രഘോഷം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രമാണ്. നമ്മളുടെ അത്രയും കഷ്ടപ്പെട്ട നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, നമ്മുടെ വേദനകൾ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു മൂർത്തിയാണ് വരാഹി ദേവി. ഈ മന്ത്രം ജപിക്കുന്നതിന് നമ്മൾ വ്രതശുദ്ധികൾ ണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ശബരിമലക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, നിഷ്ഠകളുണ്ട്, ചടങ്ങുകളുണ്ട്. അത്തരം ആവശ്യങ്ങൾ ഈ മൂർത്തിക്ക് വേണമോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത്തരം യാതൊരു നിബന്ധനകളും വരാഹി ദേവിക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള സത്യം. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ, നമ്മൾ വിഷമതകൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ ദേവിയെ നെഞ്ചുരുകി പ്രാർത്ഥിക്കാം. ജപിക്കുന്നത് രാവിലെയെന്നോ രാത്രിയെന്നോ അങ്ങനെയുള്ള ഒരു സമയവും നിഷ്ഠയും ഇതിനില്ല. പക്ഷെ നമ്മുടേതായിട്ടുള്ള മനസ്സും ശരീരവും ശുദ്ധിയാക്കി ചെയ്യുമ്പോഴാണ് ഏതൊരു മന്ത്രത്തിനും അതിൻ്റേതായ ശക്തി വരുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് മാംസാഹാരമെല്ലാം കഴിച്ച് നമ്മൾ വായു കഴുകാതെ നമുക്ക് വിഷമതയുണ്ട് എന്ന് വെച്ച് ഈ മന്ത്രം ജപിക്കാൻ പാടില്ല. ഏത് മന്ത്രവും അതിൻ്റേതായ നിഷ്ഠയോടുകൂടി നമ്മൾ ചൊല്ലേണ്ടതാണ്. ജപിക്കുമ്പോൾ അതിൻ്റെ പരിപാവനമായിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം
ഋഷിവര്യന്മാരാണ് നമുക്ക് ഓരോ മന്ത്രവും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ആ ഋഷിവര്യന്മാർ നമ്മുടെ പിൻഗാമികൾക്ക് പുണ്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ദുരിതക്കയത്തിൽ നിന്നുള്ള മോചനമാണ് വരാഹി ദേവിയുടെ ഈ മന്ത്രോച്ചാരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ മന്ത്രം ജപിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസം ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളാണ്. അതിങ്ങനെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ കാലെല്ലാം കൈകളെല്ലാം ശുദ്ധിയാക്കി ഇല്ലെങ്കിൽ കുളിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ കാലും കൈയും ഒക്കെ ശുദ്ധമാക്കിയിട്ട് വന്ന് പൂജാമുറിയിലിരുന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ മന്ത്രം ഒരുപാട് നിങ്ങൾക്ക് ഐശ്വര്യം തരും. നിങ്ങളുടെ ദുരിതക്കയത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതായിരിക്കും. ഏതൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും വജ്രഘോഷം എന്ന ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഐശ്വര്യം അല്ലെങ്കിൽ ആ ഫലപ്രാപ്തത അത് 7, 9, 21 അങ്ങനെയുള്ള ഒറ്റ സംഖ്യകളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ 101 ഇങ്ങനെയുള്ള സംഖ്യകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകൂടി ആ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രാധാന്യം അല്ലെ ഫലപ്രാപ്തി ലഭിക്കുന്നതായിരിക്കും. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിൽ നിങ്ങൾക്കൊരു ജോലി ലഭിക്കണം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ പോകണം, ആ കാര്യങ്ങൾ നടക്കണം. അങ്ങനെയുള്ള സമയത്തൊക്കെ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു വലിയൊരു മിറക്കിൾ തന്നെ സംഭവിക്കും. അത് എങ്ങനെയെന്നത് നിങ്ങൾക്ക് അനുഭവത്തിലൂടെ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. വരാഹി ദേവിയുടെ അനുഗ്രഹം അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. ഒരു പെറ്റമ്മയുടെ അനുഗ്രഹം പോലെ അത് ദിവ്യമായിട്ടുള്ളതാണ്. നമ്മളുടെ ഒരു ആവശ്യകരമായിട്ടുള്ള നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരു പേപ്പറിൽ നമ്മൾ 101 തവണ വജ്രഘോഷം എന്നെഴുതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഭംഗിയായി നടക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് വളരെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഹേ വാരാഹ്യദേവി നമഃ, ഹേ വാരാഹ്യദേവി നമഃ. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വരാഹി ദേവിയെ 108 തവണ പ്രാർത്ഥിക്കുന്നതും നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ്. പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ്. അത് ഒരു 8 വരി ശ്ലോകമാണ്. അത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ഉദ്ദിഷ്ടകാര്യ ലബ്ധി തന്നെ കിട്ടും. ഓം കുണ്ടലിനി പുരവാസിനി ചണ്ഡമുണ്ട വിനാശിനി പണ്ഡിതസ്യ മനോന്മണി വാരാഹി നമസ്തുതേ അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വാരാഹി നമസ്തുതേ. ഈ ഒരു ശ്ലോകം ചൊല്ലുന്നതും നമുക്ക് വളരെയധികം ഗുണം തരുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളും ജപങ്ങളും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെയധികം ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യാൻ കഴിയും. മൂർത്തിയുടെ അഭവമായിട്ടുള്ള ശക്തി പ്രഭാവത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.